പാലക്കാടിന്റെ സ്വന്തം വൃക്ഷമാണ് കരിമ്പന. ആ കരിമ്പനെ സംരക്ഷിക്കാൻ പദ്ധതി ഒരുങ്ങുകയാണ്. ജില്ലാ പഞ്ചായത്തിന്റെ ജൈവ പരിപാലന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരിക്കും ഇതിനുള്ള വഴിയൊരുങ്ങുന്നത്. ത്രിതല പഞ്ചായത്ത് സമിതികൾ, രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകൾ തുടങ്ങിയ വിവിധ സംഘടനകളുടെ സഹകരണത്തോടെ പദ്ധതി ആരംഭിക്കാനാണ് ആലോചന. വേലകളുടെയും കരിമ്പനകളുടെയും നാടാണ് പാലക്കാട്. എന്നാൽ ഇന്ന് പാലക്കാടിന്റെ പല പ്രദേശങ്ങളിലും മുൻപുണ്ടായിരുന്നതിനേക്കാൾ വളരെ കുറവ് കരിമ്പനകളെ ഉള്ളൂ. പൊതുവെ വരണ്ട ഭൂപ്രകൃതിയാണ് പാലക്കാടിന്റേത്. ഈ കാലാവസ്ഥയ്ക്കും ഭൂപ്രകൃതിക്കും അനുയോജ്യമായ വൃക്ഷമാണ് കരിമ്പനകൾ. വർഷം 2000 മില്ലിമീറ്റർ മഴ പെയ്യുന്ന സ്ഥലത്ത് ഒരു പന 50,000 ലിറ്റർ വെള്ളം ബ്രേക്ക് ചെയ്ത് മണ്ണിലേക്ക് വിടുമെന്ന് ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടുണ്ടെന്നും പനയുടെ സ്പോഞ്ച് പോലുള്ള വേരുകൾ 30 അടി മുതൽ 100 അടി വരെ താഴ്ചയിലേക്ക് മഴവെള്ളം എത്തിക്കുമെന്നും പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ ജൈവ വൈവിധ്യ പരിപാലന സമിതി കൺവീനർ SB രാജു പറഞ്ഞു. സർക്കാർ ഭൂമികളിലോ തരിശുഭൂമികളിലോ കരിമ്പനകൾ വച്ചുപിടിപ്പിക്കാനും അവ പരിപാലിക്കാനുമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. കേരളത്തിലെ ബയോഡൈവേഴ്സിറ്റി ബോർഡ് ഓരോ ജില്ലയുടെയും പ്രതീകമായി ഒരു സ്പീഷീസിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് ജില്ലയിൽ നമ്മുടെ ജില്ലയുടെ ഒരു ഐക്കണായി ചൂണ്ടിക്കാണിക്കേണ്ട ഒന്നാണ് കരിമ്പന എന്നുള്ള അഭിപ്രായം പല ഭാഗത്തുനിന്ന് ഉയർന്നു വന്നു. പശ്ചിമഘട്ടവും നീലഗിരി മലകൾക്കും ഇടയിലുള്ള പാലക്കാട് ചുരത്തിന് ഏതാണ്ട് 30 മുതൽ 40 കിലോമീറ്റർ വരെ വീതിയുണ്ട്. അപ്പോൾ ആ ചുരം കടന്നു വരുന്ന വരണ്ട കാറ്റിൻ്റെ അതിനെ തടയാനും അതോടൊപ്പം തന്നെ ഇവിടുത്തെ കാലാവസ്ഥയെ സംരക്ഷിക്കുന്നതിനും മറ്റൊന്ന് ഈ പാലക്കാടിൻ്റെ കിഴക്കൻ മേഖലയിൽ ഭൂഗർഭജലം സംരക്ഷിച്ചു നിർത്തുന്നതിൽ കരിമ്പനകൾക്ക് വലിയ പങ്കുണ്ട്. ത്രിതല പഞ്ചായത്ത് സമിതികൾ, രാഷ്ട്രീയ സാമൂഹിക സംഘടനകൾ, ഗ്രന്ഥശാല സംഘങ്ങൾ ഉൾപ്പെടെയുള്ള സാംസ്കാരിക കൂട്ടായ്മകൾ എന്നിവയുടെ സഹകരണത്തോടെ പദ്ധതി നടപ്പാക്കാനാണ് ആലോചന. വരൾച്ച തടയുന്നതിലും ഭൂഗർഭജലം സംരക്ഷിക്കുന്നതിനും സുപ്രധാന പങ്ക് വഹിക്കുന്ന കരിമ്പനകളെ സംരക്ഷിക്കാൻ പദ്ധതി ഒരുങ്ങുമ്പോൾ പ്രകൃതിയെയും അതുപോലെ തന്നെ ഭാവി തലമുറയെയും മുന്നിൽ കണ്ടുകൊണ്ട് സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം ജനങ്ങൾ കൂടി കൈകോർക്കേണ്ട സമയമാണിത്. ക്യാമറാമാൻ സുനിലിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, പാലക്കാട്.